മലയാളത്തിലെ എവർഗ്രീൻ കോമഡി മൂവികളിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിലൊന്നാണ് മോക്കില്ല രാജ്യത്ത്. 1989 അമേരിക്കയിൽ റിലീസിനെത്തിയ ദി ഡ്രീം ടീമിൻ്റെ മലയാളം പതിപ്പാണ് സിനിമയെന്ന് എത്ര പേർക്കറിയാം. ജോൺ കോനലി, ഡേവിഡ് ലാക്ക എന്നിവരുടെ തൂലികയിൽ പിറന്ന തിരക്കഥയ്ക്ക് സംവിധാനം ഒരുക്കിയത് ഹവേർഡ് സീഫ് ആയിരുന്നു. കഥ കൊണ്ടും അഭിനയം കൊണ്ടും പുതുമ നിലനിർത്തിയ സിനിമയിൽ പ്രധാന വേഷങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുന്നത് മൈക്കൽ കീറ്റൺ, ക്രിസ്റ്റഫർ ലോയ്ഡ്, പീറ്റർ ബോയിൽ, സ്റ്റീഫൻ ഫസ്റ്റ് എന്നിവരാണ്. ഡേവിഡ് ബോഡ്സിക്കാരിയസ് അവതരിപ്പിച്ച ഡോക്ടർ ജെഫ് വൈറ്റ്സ്മാൻ്റെ സാനിറ്റോറിയത്തിലെ പേഷ്യൻസ് ആയ ബില്ലി, ഹെൻറി, ജാക്ക്, ആൽബർട്ട് എന്നിവരുടെ യാത്രയാണ് സിനിമയുടെ പ്രധാന പ്രമേയം. കോമഡി ത്രില്ലർ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സിനിമയുടെ പ്രധാന ആകർഷണം ബാക്ക് സ്റ്റോറിയുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ്. OCD പേഷ്യൻ്റായ ഹെൻറി, അഡ്വർടൈസിംഗ് എക്സിക്യൂട്ടീവ് ആയിരുന്ന ജാക്ക്, ബേസ്ബോൾ ടെർമിനോളജികൾ മാത്രം ഉപയോഗിച്ച് സംസാരിക്കുന്ന ആൽബർട്ട്, പാത്തോളജിക്കൽ ലയറായ ബില്ലി എന്നിവരുടെ ബേസ്ബോൾ ഗെയിം കാണാനുള്ള ഡോക്ടർ വൈറ്റ്സ്മാനും ഒന്നിച്ചുള്ള യാത്രയിൽ നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയിലുള്ളത്. യാത്ര പോകുന്ന വഴിയിൽ വെച്ച് 2 പോലീസുകാർ ചെയ്യുന്ന കൊലപാതകം നേരിൽ കാണാനിടവരുന്ന ഡോക്ടർ വൈറ്റ്സ്മാനെ ഇരുവരും ചേർന്ന് അപകടത്തിലാക്കുന്നു. ഡോക്ടറെ അപായപ്പെടുത്തുന്നത് നേരിൽ കണ്ട ആൽബർട്ടിൻ്റെ സഹായത്തോടെ അദ്ദേഹത്തെ കണ്ടെത്താൻ 4 പേരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നടന്ന കൊലപാതകത്തിൻ്റെ ഏക ദൃക്സാക്ഷിയായ ഡോക്ടറിൻ്റെ പിന്നാലെ കൊലപാതകികളായ പോലീസുകാരുണ്ടായിരുന്നു. സാനിറ്റോറിയത്തിൽ തിരിച്ചെത്താത്ത 4 പേരെയും ഒടുവിൽ ലോക്കപ്പിലാക്കുന്നുണ്ടെങ്കിലും രസകരമായി അതിനെയെല്ലാം മറികടന്ന് അവർ പുറത്തെത്തുന്നുണ്ട്. പിന്നീട് ബില്ലിയുടെ എക്സ് ഗേൾഫ്രണ്ടായ റൈലിയുടെ സഹായത്തോടെ അവർ ഡോക്ടർ വൈറ്റ്സ്മാനെ പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അവരെ ലോക്കപ്പിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഡോക്ടറെ തിരിച്ച് സാനിറ്റോറിയത്തിൽ എത്തിക്കുന്നതോടെ 4 പേരുടെയും ഒത്തൊരുമയും അസുഖത്തിലെ പുരോഗതിയും മനസ്സിലാക്കിയ ഡോക്ടർ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ബോൾ പാർക്കിലേക്ക് യാത്ര പോകാൻ അനുവദിക്കുന്നതിലൂടെ സിനിമ അവസാനിക്കുന്നു. പല വർഷങ്ങളിലായി ഹിന്ദി, തെലുങ്കു, മലയാളം ഭാഷകളിലേക്ക് പകർത്തിയ ദി ഡ്രീം ടീമിൻ്റെ കഥ ആദ്യം മലയാളത്തിലാണ് റിലീസിനെത്തിയത്. അശോകൻ താഹ കൂട്ടുകെട്ടിൽ 1991 പുറത്തിറങ്ങിയ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് B. ജയചന്ദ്രനാണ്. സ്ലാപ്സ്റ്റിക് കോമഡി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സിനിമയിൽ 4 കഥാപാത്രങ്ങളുടെയും സ്വഭാവങ്ങൾ ദി ഡ്രീം ടീമിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ ചേർത്താണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ കഥാപാത്രങ്ങളാകട്ടെ തിലകൻ, മുകേഷ്, ജഗതി ശ്രീകുമാർ, സിദ്ദിഖ് എന്നീ അഭിനേതാക്കളാണ് അഭിനയിച്ച് ഫലിപ്പിച്ചത്. കഥാസന്ദർഭങ്ങളിൽ ഇംഗ്ലീഷ് സിനിമയെ ആശ്രയിക്കാതെ ചിത്രീകരിച്ച മോക്കില്ല രാജ്യത്ത് മികച്ച കാസ്റ്റിംഗാണ് സിനിമയ്ക്കൊരുക്കിയത്. അതുകൊണ്ട് തന്നെ എത്ര കണ്ടാലും മടുക്കാത്ത മലയാളികളുടെ കോമഡി സിനിമകളിലൊന്നാണിത്. മാനസിക രോഗ ആശുപത്രിയിൽ നിന്ന് ബോളിവുഡ് നടൻ അമിതാഭ് ബച്ചനെ കാണാനുള്ള എറണാകുളത്തേക്കുള്ള 4 പേരുടെയും യാത്രയിൽ സിദ്ദിഖിൻ്റെ കഥാപാത്രമായ വേണുവിനെ കാണാതാവുന്നതും പിന്നീട് അവനെ തേടിയുള്ള യാത്രയിലുമാണ് കഥ ആരംഭിക്കുന്നത്. തിരച്ചിലിനിടയിൽ മുകേഷിൻ്റെ കഥാപാത്രമായ ബെന്നി തൻ്റെ കോളേജ് സുഹൃത്തായ ലീനയെ കണ്ടുമുട്ടുന്ന രംഗവും ജഗതി ശ്രീകുമാറിൻ്റെ കഥാപാത്രമായ കൃഷ്ണൻകുട്ടി ബാറിലെത്തുന്ന രംഗങ്ങളും ദി ഡ്രീം ടീമിലെ രംഗങ്ങളുടെ പതിപ്പാണ്. സിനിമയിലെ തിലകൻ്റെ കഥാപാത്രമായ കേശുവിൻ്റെ ഐക്കോണിക് പ്രസംഗ രംഗവും അതിലെ സംഭാഷണങ്ങളും ഇംഗ്ലീഷ് സിനിമയിലെ ഏറ്റവും രസകരമായ രംഗങ്ങളിലൊന്നാണ്. കൊച്ചുമകളെ കാണാനുള്ള ആഗ്രഹത്തിൽ കേശവൻ സ്വന്തം വീട്ടിലേക്ക് എത്തുന്ന രംഗങ്ങളിൽ മാനസിക രോഗികളോടുള്ള മനുഷ്യരുടെ പെരുമാറ്റത്തിൻ്റെ രാഷ്ട്രീയവും സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. വേണുവിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ആശുപത്രിയിലേക്ക് തിരിച്ചു പോകാതെ പണിയെടുത്ത് ജീവിക്കാമെന്ന് തീരുമാനിക്കുന്ന 4 പേരും കടന്നു പോകുന്ന രംഗങ്ങൾ ചിരിയുണർത്തുന്നവയാണ്. സെക്യൂരിറ്റിയായും പെയിൻ്ററായും മെക്കാനിക്കായും ജീവിതം ആരംഭിക്കുന്ന ഇവർ പിന്നീട് ഒരു കുടുംബം പോലെ ആയിത്തീരുന്നുണ്ട്. ലീനയോടുള്ള ബെന്നിയുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് തടയാൻ വേണ്ടി അവളുടെ അച്ഛൻ വാടക ഗുണ്ടകളെ ഏൽപ്പിക്കുന്നതും അവരുമായുള്ള ആക്ഷൻ രംഗങ്ങളും വളരെ രസകരമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കുതിരവട്ടം പപ്പു, രാജൻ P. ദേവ്, ജഗദീഷ്, മാള അരവിന്ദൻ, ഫിലോമിന, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നീ വമ്പൻ താരനിര ഒരുക്കി കോമഡി രംഗങ്ങളിൽ പ്രാധാന്യം കൊടുത്താണ് മോക്കില്ല രാജ്യത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. റിലീസിനെത്തിയപ്പോൾ മിക്സഡ് റെസ്പോൺസ് ലഭിച്ച ദി ഡ്രീം ടീം സ്റ്റോറി ലൈനിൻ്റെ പുതുമ കൊണ്ട് അതുവരെ ചിത്രീകരിച്ച സിനിമകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നായിരുന്നു.
സിനിമയുടെ മലയാളം പതിപ്പായി പ്രേക്ഷകരുടെ മുമ്പിലെത്തിയ മൂക്കില്ല രാജ്യത്ത് കാസ്റ്റിംഗ് കൊണ്ടും വ്യത്യസ്തമായ കഥാസന്ദർഭങ്ങൾ കൊണ്ടും മലയാളികളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന കോമഡി സിനിമയായിരിക്കും.